പുതിയ പ്രോഗ്രാം അല്ല. ഞാൻ എൻ്റെ ഓർമ്മ വച്ച നാളിൽ ഞാൻ ആദ്യമായി ചെയ്ത പ്രോഗ്രാമാണ് ഇത് ഞാൻ വീണ്ടും ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒരു 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഈ ഒരു കഥയായിരുന്നു. കുറെ പേർക്കൊക്കെ അറിയാം ആ കഥ. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കൺവെൻഷൻ സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട്, അതിലൊക്കെ എൻ്റെ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും എന്റെ 4ാം ക്ലാസ്സിൽ എന്റെ കൂടെ പഠിച്ച കുട്ടികളാകട്ടെ ടീച്ചർമാരാവട്ടെ, ഞാൻ അവർ കാണുമ്പോൾ ടീച്ചറെ എന്നെ ഓർമ്മയുണ്ടോ, എന്റെ പേര് സിജിൻ എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് അറിയാം കുഞ്ഞാടിന്റെ കഥ പറയുന്ന സിജിനല്ലേ എന്ന് ചോദിക്കും എന്നെ. അപ്പോ ആ കഥ അത്രത്തോളം അന്ന് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ആ കഥ നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അന്നത്തെ എന്റെ നിഷ്കളങ്കതയെ ഞാൻ പറഞ്ഞ പോലെ ഒന്നും ആയിരിക്കില്ല ഇപ്പോ. എന്നിരുന്നാലും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഇവിടുത്തെ കുഞ്ഞുങ്ങളോട് കൂടിയാണ് എനിക്ക് കഥ പറയാനുള്ളത്. എന്റെ കഥയുടെ പേര് മണിക്കുട്ടൻ എന്നാണ്. കഥ അരുൺ എന്നൊരു ബാലകന്റെ കഥയാണ്. അരുൺ എന്നത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. തന്റെ കുടുംബം, തന്റെ മാതാപിതാക്കൾ വലിയ ധനികരൊന്നും ആയിരുന്നില്ല. ഒരു ആടിന്റെ പാൽ വിറ്റ് കിട്ടുന്ന ധനം കൊണ്ടാണ് അരുണും മാതാവും പിതാവും അവരുടെ കൊച്ചു സഹോദരി ഉപജീവനം കഴിച്ചു വന്നത്. ആ ആടിന് ഒരു കുട്ടി ആട് ഉണ്ടായിരുന്നു. ആ കുഞ്ഞാടിന്റെ പേരായിരുന്നു മണിക്കുട്ടൻ. അരുണും മണിക്കുട്ടനും വളരെ ഉറ്റ ചങ്ങാതിമാരായിരുന്നു. അരുൺ എത്ര ദൂരെ ഇരുന്നാലും മണിക്കുട്ടാ എന്ന് നീട്ടി പിടിച്ചാൽ മണിക്കുട്ടൻ ഓടി പാഞ്ഞു വരും. എന്നിട്ട് അരുണിന്റെ കാലുകളിൽ പറ്റി ഉരുങ്ങി നിൽക്കും. അങ്ങനെ വളരെ സ്നേഹത്തിൽ അവർ കഴിഞ്ഞു പോകും. എന്നും അരുൺ ആടിനെ തീറ്റാനായി പോകും. അന്നും പതിവ് പോലെ വൈകുന്നേരം 4 മണിയായപ്പോൾ അരുൺ ആടിനെയും കുഞ്ഞാടായ മണിക്കുട്ടനെയും കൊണ്ട് ആടിനെ തീറ്റുവാനായി യാത്രയായി. ഒരു റെയിൽവേ മേൽപ്പാലത്തിന്റെ അടിയിലൂടെയാണ് ഇവർക്ക് കടന്നു പോകേണ്ടിയിരുന്നത്. മുകളിൽ റെയിൽപാളവും താഴെ കുറുകെ ബസ് പോകുന്ന റോഡ്. അങ്ങനെ ആ റെയിൽപാളത്തിന്റെ അടിയിൽ എത്തിയപ്പോൾ അരുൺ അറിയാതെ ഒരു മുകളിലേക്ക് നോക്കിപ്പോയി. അവിടെ കണ്ട കാഴ്ച അരുണിനെ ഞെട്ടിക്കുന്നതായിരുന്നു. അതാ റെയിൽ പാലങ്ങളിൽ 2 എണ്ണം ഒടിഞ്ഞ് താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് ആരും കണ്ടില്ലേ? ഇത് കുറച്ച് മുൻപുണ്ടായ ചുഴലിക്കാറ്റിൽ തകർന്നതാണോ, അതോ ഏതെങ്കിലും ഭീകര പ്രവർത്തകർ ചെയ്ത പണിയാണോ ഇത്? അരുൺ ആകെ വിഷാദനായി നിന്നുപോയി. എന്താണ് ചെയ്യുക? വീട്ടിൽ പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് വെച്ചാൽ അതിനൊട്ടും സമയമില്ലാതായി. ട്രെയിൻ ഇപ്പോൾ തന്നെ വരാറായി. അരുൺ വളരെ സ്തംഭിച്ചു പോയി. അരുൺ ഒന്ന് ആലോചിച്ചു, ട്രെയിൻ സമയം വളരെ അടുത്തിരിക്കുന്നു. അടുത്ത 3-4 മിനിറ്റിനുള്ളിൽ ട്രെയിൻ ഇവിടെ വരും. ട്രെയിൻ ഇവിടെ മറിയും. കൊല്ലപ്പെടുന്ന 100 കണക്കിന് നിരപരാധികളായ ആളുകളെ കുറിച്ചുള്ള ചിന്ത അരുണിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അദ്ദേഹം അരുൺ ഒന്ന് ആലോചിച്ചു, എന്താണ് ചെയ്യുക? ചുവന്ന കൊടി ഉയർത്തിക്കാട്ടിയാൽ ട്രെയിൻ നിർത്തുമെന്നായി സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചുവന്ന കൊടിക്ക് എവിടെ പോകാൻ? അപ്പോഴേക്കും ട്രെയിൻ വരും, ട്രെയിൻ മാറിയും. പിന്നെ അരുണാകെ സ്തംഭിച്ചു. അല്പനേരം അവൻ ആലോചിച്ചു. വളരെ ഹൃദയവേദനയോടെ അരുൺ ആ തീരുമാനമെടുത്തു. അരുൺ തന്റെ വെള്ള വസ്ത്രം വലിച്ചു കീറി. എന്നിട്ട് അവർ ഉറക്കെ വിളിച്ചു, മണിക്കുട്ടാ, മണിക്കുട്ടാ. മണിക്കുട്ടൻ ഓടി പാഞ്ഞു വന്നു. അരുണിന്റെ ഹൃദയം തെല്ലൊന്ന് പിടച്ചു. പക്ഷെ ആ കൊല്ലപ്പെടുന്ന ആളുകളെ കുറിച്ചുള്ള ചിന്ത അരുണിനെ അത് ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞില്ല. അരുൺ അടുത്ത് കണ്ട മൂർത്ത ഒരു കരികല്ലെടുത്ത് ആ കുഞ്ഞാടിന്റെ കഴുത്തിൽ തുളച്ചു കയറ്റി. കൊല്ലപ്പെട്ട ആ കുഞ്ഞാടിന്റെ കയ്യും കാലും വിട്ട് പിടിഞ്ഞുകൊണ്ടിരുന്ന ആ കുഞ്ഞാടിന്റെ കഴുത്തിൽ നിന്നും ചീറ്റി വന്ന ചോരയിൽ അരുൺ തന്റെ വെള്ളവസ്ത്രം മുക്കി. അതൊരു ചുവന്ന കൊടിയായി തീർന്നു. അരുൺ അതൊരു കമ്പിൽ ചുറ്റി ആ റെയിൽവേ ട്രാക്കിന്റെ പരിസരത്ത് കൂടെ ട്രെയിൻ വരുന്നത് നോക്കി നിന്നു. അതാ ദൂരെ ട്രെയിനിന്റെ ചുവടുകളിൽ മുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അരുൺ ആ ട്രെയിനിന്റെ അരികത്തേക്ക് റെയിൽവേ ട്രാക്കിന്റെ പരിസരത്തൂടെ ഓടി തന്റെ സർവ്വശക്തിയും എടുത്ത് ഓടി. ഭാഗ്യവശാൽ എഞ്ചിൻ ഡ്രൈവർ ആ ചുവന്ന കൊടി കണ്ടു. അദ്ദേഹം ഉടനെ ബ്രേക്ക് ചമർത്തി. ട്രെയിൻ ട്രാക്കിൽ ഉരഞ്ഞ് അമർന്ന് അരുണിന്റെ മുമ്പിൽ എത്തി നിന്നു. ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവരും ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അരുൺ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഡ്രൈവറോടും യാത്രക്കാരോടും വിശദീകരിച്ചു. അവർ അരുണിനെ മുക്തകണ്ഠം പ്രശംസിച്ചു. ധാരാളം സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. അരുണിന്റെ ബുദ്ധിയാണ് അത്രയും ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായതെങ്കിലും
അതിന് നൽകേണ്ടി വന്നത് ഒരു കുഞ്ഞാടിന്റെ വിലയാണ്. ഇതുപോലെയാണ് പാപത്തിലൂടെ നരകമാകുന്ന നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മെ ഓരോരുത്തരെയും രക്ഷിപ്പാൻ സർവശക്തനായ ദൈവം കുഞ്ഞാടായ യേശു ക്രിസ്തുവിനെ ഒരു ചുവന്ന കൊടി എന്ന പോലെ